നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സുതാര്യതയോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായിരുന്നു ജാതി സെൻസസ്. അത് എല്ലാ തരത്തിലും പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നു. BJP ഭരിക്കുന്ന ഈ രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും സ്കോർ ചെയ്യുന്നു എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായും സമനില തെറ്റും. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭ ജാതി സെൻസസ് പ്രക്രിയയ്ക്ക് അനുകൂലമായി നടപടിയെടുക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഇത് വലിയ തരത്തിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി കോൺഗ്രസ് കളിക്കുന്ന കള്ളക്കളിയാണ് എന്ന് പറയുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ BJP നിൽക്കുകയാണ്. ഞങ്ങൾ ജാതി സെൻസസ് എടുക്കുന്നത് വോട്ട് രാഷ്ട്രീയത്തിനല്ല, എന്നാൽ കോൺഗ്രസ് അത് എടുക്കുന്നത് വോട്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ടാണ് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJPയും കോൺഗ്രസും. വോട്ട് രാഷ്ട്രീയത്തിന് അല്ല ലക്ഷ്യമിട്ട് ഞങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്നത് വഴി BJP ഇവിടെ തുടക്കത്തിൽ തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ട എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മേൽ പൊളിച്ചെഴുതി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ BJP അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സമുദായങ്ങളെ തരംതിരിച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവർ ജനറൽ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് OBC സ്റ്റാറ്റസ് നേടിക്കൊടുക്കാൻ വേണ്ടി വലിയ കളികളാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി സ്വന്തം സമുദായത്തിനും ആനുകൂല്യം കിട്ടാൻ വേണ്ടി ചെയ്ത പ്രക്രിയയാണ്. ശിവരാജ് സിംഗ് ചൗഹാനും ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണോ BJP ഭരിക്കുന്നത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ആനുകൂല്യങ്ങൾ കൂടുതൽ നേടിയെടുക്കാനുള്ള കളികൾ കളിക്കുന്നു. ഇത് സുതാര്യവൽക്കരിക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. അതായത് BJP കോൺഗ്രസിൻ്റെ കൂട്ടല്ല. സുതാര്യവൽക്കരിച്ച് ജനങ്ങളെ അറിയിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. രഹസ്യമായി ഈ സെൻസസ് എടുക്കുക, ഇതൊരു ഡാറ്റാ ബേസിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നത് സൂക്ഷിച്ചു വയ്ക്കുക. കോൺഗ്രസ് ഇത് സുതാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ്. കർണാടകയിലും തെലങ്കാനയിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പദ്ധതി പൂർത്തീകരിക്കുന്നു. എന്നാൽ BJP ചെയ്യുന്നത് പോപ്പുലേഷൻ സെൻസസ് സ്വാഭാവികമായി എടുക്കുന്നതിനോടൊപ്പം ജാതി സെൻസസ് കൂടി എടുത്ത് ജാതി സെൻസസ് പുറത്തു വിടാതെ രഹസ്യ അജണ്ടയായി വെച്ചിരിക്കുക. കാരണം കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ല. അത് BJPക്ക് കൃത്യമായി അറിയാം. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒറീസയിലും അവർ കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇത് സുതാര്യവൽക്കരിക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയും വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനും അമിത്ഷായ്ക്ക് ഗുണം ചെയ്യാനും വേണ്ടിയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ്. ഇതാണ് കോൺഗ്രസ് പകൽ വെളിച്ചത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ജാതി സെൻസസ് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറയുന്ന BJP എന്തുകൊണ്ട് അത് പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല? അവരെ സംബന്ധിച്ചിടത്തോളം ഇതെടുത്തൊരു ഡാറ്റയായി രഹസ്യമായി ഫയലിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇതൊരു ബ്ലൂ പ്രിൻ്റ് പോലെ ഇലക്ഷൻ സമയത്ത് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുക.